നോട്ട് പിൻവലിക്കലിനെ തുടർന്നുണ്ടായ സവിശേഷ സാമ്പത്തിക സാഹചര്യത്തിൽ കാത്തിരിക്കാനാണ് റിസർവ് ബാങ്ക് തീരുമാനം. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് 6.25%, ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശയായ റിവേഴ്സ് റിപ്പോ നിരക്ക് 5.25% തുടരും. മറ്റ് നിരക്കുകളിലും മാറ്റമില്ല. റിസർവ് ബാങ്ക് ഗവർണർ കൂടി ഉൾപ്പെടുന്ന സമിതിയിലെ 6 അംഗങ്ങളും ധനസ്ഥിതി പൂർണ്ണമായും വിലയിരുത്തും വരെ പലിശ നിരക്കിൽ മാറ്റം വേണ്ടെന്ന് ഐകകണ്ഠമായി നിലപാടെടുക്കുകയായിരുന്നു. നോട്ട് പിൻവലിക്കലിനെ തുടർന്നുണ്ടായ സാഹചര്യം നേരിടാൻ സഹായിച്ച എല്ലാവർക്കും റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ നന്ദി പറഞ്ഞു. കറൻസി ലഭ്യത ഉറപ്പാക്കുന്നതിനും നിയന്ത്രണങ്ങൾ നീക്കുന്നതിനുമാണ് പ്രഥമ പരിഗണനയെന്നും ഉർജിത് പട്ടേൽ വ്യക്തമാക്കി. All dispensations were put into place to ensure that the period for disruption is the minimal while we recalibrate our note supply to the denominations that were not withdrawn in terms of the legal tender character. പണപ്പെരുപ്പം പിടിച്ചു നിർത്തുകയാണ് ലക്ഷ്യമെന്നും റിസർവ് ബാങ്ക് ആവർത്തിച്ചു. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് നേരത്തെ പ്രതീക്ഷിച്ച 7.6% നിന്ന് 7.1% മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ പച്ചക്കറി ഒഴികെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും റിസർവ് ബാങ്ക് വിലയിരുത്തുന്നു. നിരക്കുകളിൽ ഇളവ് പ്രതീക്ഷിച്ച ഓഹരി വിപണി വായ്പാ നയം പുറത്തുവന്ന ശേഷം കൂപ്പുകുത്തി. മാതൃഭൂമി ന്യൂസ്, മുംബൈ.